വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഞാൻ ഇപ്രാവശ്യത്തെ വിഷുവിന് തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. ഞാനിത് വിഷുവിന് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ കരുതിയിരുന്നു, പക്ഷേ ചില തിരക്കുകൾ കാരണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ നേരം കിട്ടിയില്ല. ഇത് ഇഞ്ചിമ്പുളിയാണ്, പക്ഷേ ഇത് സാധാ രീതിയിൽ ഉണ്ടാക്കുന്ന ഇഞ്ചിമ്പുളിയല്ല. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും തേങ്ങക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇഞ്ചിമ്പുളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ മൊത്തം കാണണം. ഇഞ്ചിമ്പുളിയാണെന്ന് കേട്ടിട്ട് സ്കിപ്പ് ചെയ്ത് ഓടണ്ട കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ വിഷു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഓണാണ്. ഓണത്തിന് എന്തായാലും ഈ ഒരു ഇഞ്ചിമ്പുളി ഇതെങ്ങനെ ഉണ്ടാക്കിയൊന്ന് എല്ലാവരും ഒന്ന് ഞെട്ടിച്ചോട്ടോ. നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഞാൻ ഈ ഒരു സ്പെഷ്യൽ ഇഞ്ചിമ്പുളിക്ക് പ്രത്യേകിച്ചൊരു പേരൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് പേര് സജസ്റ്റ് ചെയ്യാൻ നല്ലൊരു പേര് ഞാൻ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം, ഞാനത് സെലക്ട് ചെയ്ത് ഇടുന്നതായിരിക്കും കേട്ടോ. ഇഞ്ചിമ്പുളി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ചെറുതായി കുനുകുനാന്നരിഞ്ഞ ഇഞ്ചി 1/2 കപ്പും എരിവിനാവശ്യമായ പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അതും ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കട്ടോ. നല്ല ഫൈനായിട്ട് കുനുകുനാന്ന് അരിയണം കേട്ടോ, പച്ചമുളകും ഈ ഒരു ഇഞ്ചിയും. എന്നിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഇതുപോലെ നമ്മൾ മൊരിയിച്ചെടുക്കണം. നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, നിങ്ങളുടെ എരിവിന് നോക്കി പാകത്തിനിടണേ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അത് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ, അതും കൂടി ചേർത്ത് എല്ലാത്തിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 20 ഈന്തപ്പഴമാണ്, കുരു കളഞ്ഞത് കേട്ടോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് കേട്ടോ, ഇതിൽ പറഞ്ഞ ഒരു ഐറ്റവും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഇതെല്ലാം ഇതിൽ വേണ്ട കാര്യമാണ്. ഇതൊക്കെ ചേർത്താലാണ് അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കര പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടി ഇല്ലെങ്കിൽ ശർക്കര പാനി തയ്യാറാക്കിയിട്ട് അതിലേക്ക് ചേർത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ നല്ല ശർക്കര പൊടി ഉള്ളത് കൊണ്ടാണ് ഞാനത് ഡയറക്റ്റ് ചേർക്കുന്നത്. നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇഞ്ചിമ്പുളി ഇവിടെ ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് വറവിടാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നെയ്യ് തന്നെ എടുക്കണേ, കോക്കനട്ട് ഓയിൽ എടുക്കരുത് കേട്ടോ, അതിന് പകരമായിട്ട് നെയ്യ് തന്നെ ചേർക്കണം. കടുകിട്ടൊന്ന് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിലേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ് കേട്ടോ. ഞാനൊരു പിടി തേങ്ങാക്കൊത്താണ് എടുത്തിട്ടുള്ളത്. 1 പിടി തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് അണ്ടിപ്പരിപ്പും നമ്മുടെ കറുത്ത മുന്തിരി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ പായസത്തിലെടുത്ത മുന്തിരിയല്ല, നമ്മൾ കറുത്ത ഒരു ഡ്രൈ ഗ്രേപ്സ്, അതാണ് ബ്ലാക്ക് കളറിലുള്ള, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ, ഇതുപോലെ. അപ്പോൾ നമ്മുടെ ഇവിടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വറവ് നമ്മൾ നമ്മുടെ ഇഞ്ചിമ്പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അടിപൊളി ഈ റിച്ച് ആയിട്ടുള്ളൊരു അടിപൊളി ഇഞ്ചിമ്പുളി നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായ റെസിപ്പി തന്നെയാണ്. നമ്മുടെ സാധാ ഉണ്ടാക്കുന്ന ഇഞ്ചിമ്പുളി ഉണ്ടാക്കുന്ന കൂട്ട് തന്നെ. അതിലേക്ക് കുറച്ച് അഡീഷണലായിട്ട് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ കൂടി ചേർത്തിട്ട് നമ്മളൊരു റിച്ച് ഇഞ്ചിമ്പുളിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചിമ്പുളി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സ് എന്തായാലും കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് വരുന്നവരൊക്കെ ഒന്ന് ഞെട്ടിക്കണേ. പിന്നെ മറക്കണ്ട, ഈ ഒരു ഇഞ്ചിമ്പുളി റെസിപ്പിക്ക് നിങ്ങൾ നല്ലൊരു പേര് എനിക്ക് സജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു പേര് ഞാൻ കമൻറ്റ് ബോക്സിൽ നിന്ന് പിക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.